Hi friends, welcome back to our new video class. ഈ ക്ലാസ്സിൽ സെക്കൻഡ് മൊഡ്യൂൾ MOF-ൻ്റെ അതിനകത്ത് പ്രധാനപ്പെട്ട ചില ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെ ടോപ്പിക്സ് ആണെന്ന് ചോദിച്ചാൽ സർക്കുലേഷൻ ആൻഡ് വോർട്ടിസിറ്റി എന്ന് പറയുന്ന രണ്ട് ടേംസ് വരും, സ്ട്രീം ഫംഗ്ഷൻ വരും, പിന്നെ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ടേം വരും. അതിനകത്ത് തന്നെ ലാപ്ലേസ് ഇക്വേഷൻ നമ്മൾ സ്റ്റഡി ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസാണ് ഈ പറയുന്ന കാര്യങ്ങൾ. കാരണം അതെന്താണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് അതിന് ബേസിക്കായിട്ട് കുറച്ച് ഇക്വേഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ജസ്റ്റ് ഇതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കിയിരുന്നിട്ട് ഇതിൻ്റെ ഒരു ചെറിയ ഡെഫിനേഷൻ പഠിക്കുക. ഒന്ന് രണ്ട് ഫിഗർ ഡെമോൺസ്ട്രേഷനായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ആ ഒന്ന് രണ്ട് ഫിഗർ പഠിക്കുക, ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലംസ് ഇതിനകത്ത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്, സർക്കുലേഷൻ ആൻഡ് വോർട്ടിസിറ്റി. ഈ രണ്ട് ടേം എന്താണെന്ന് ചോദിച്ചാൽ ഫ്ലൂയിഡ് ഫ്ലോയുടെ റൊട്ടേഷനെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് ടേംസാണ്. സർക്കുലേഷൻ ആൻഡ് വോർട്ടിസിറ്റി ആർ ടു പ്രൈമറി മെഷേഴ്സ് ഓഫ് റൊട്ടേഷൻ ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ. ഇനി ആദ്യത്തേത് സർക്കുലേഷൻ എന്താണെന്ന് നോക്കാൻ പോവുകയാണ്. അപ്പം ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ എങ്ങനെയാണ് പറയുന്നത് ചോദിച്ചാൽ ഇത് തൊട്ട് താഴെ വരുന്ന സമയങ്ങളിൽ നമ്മളൊരു ഇക്വേഷൻ പഠിക്കും. ആ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. സർക്കുലേഷൻ വിച്ച് ഈസ് എ സ്കെയിലാർ ഇൻ്റഗ്രൽ ക്വാണ്ടിറ്റി is a macroscopic measure of rotation for a finite area of fluid. It is defined as the line integral of velocity field along a closed contour. അപ്പോൾ ആ ഒരു ഡെഫിനേഷൻ പഠിച്ചു വെക്കുക. അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ നോക്കി കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും. ഇനി വോർട്ടിസിറ്റി എന്താണെന്ന് നോക്കാം. വോർട്ടിസിറ്റി however is a vector field that gives a microscopic measure of rotation at any point in the fluid. Hence, it is the measure of the total rotation of the fluid. It can be said that vorticity is a point is circulation per unit area. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള മെഷറാണ്, മറ്റേത് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള മെഷറാണ്. അപ്പം ഇതിൻ്റെ ഒരു ഫിഗർ, സർക്കുലേഷൻ്റെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, വോർട്ടിസിറ്റിയുടെ ഫിഗർ നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവും. ഒന്ന് മാക്രോസ്കോപ്പിക് മെഷറാണെങ്കിൽ മറ്റേത് മൈക്രോസ്കോപ്പിക് മെഷറായിരിക്കും. അപ്പം സർക്കുലേഷൻ്റെ കൂടുതലൊരു എക്സ്പ്ലനേഷൻ കൂടെ നമ്മൾ പറയും. ഇത് ജസ്റ്റ് ഒരു ഡെഫിനിഷൻ മാത്രമാണ്. കുറച്ചുകൂടെ മനസ്സിലാകണമെങ്കിൽ ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. കൺസിഡർ എ ക്ലോസ്ഡ് കർവ് ABC. ഫിഗർ നോക്കാം. ഫിഗറിനകത്ത് ABC എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് കോണ്ടൂർ ഉണ്ട്, ഒരു ക്ലോസ്ഡ് കർവ് ഉണ്ട്. ദ സർക്കുലേഷൻ അറൗണ്ട് സച്ച് എ കർവ് ഈസ് ഡിഫൈൻഡ് ആസ് ദ, ഈ ഒരു പറയുന്ന പർട്ടിക്കുലർ ഇത് ക്ലോസ്ഡ് കർവ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡിനകത്തുള്ള ഒരു പർട്ടിക്കുലർ പോർഷനാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്തുള്ള സർക്കുലേഷൻ എന്താ ചോദിച്ചാൽ, ABC എന്ന് പറയുന്ന കർവിനകത്തുള്ള സർക്കുലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സമ്മേഷൻ ഓഫ് പ്രോഡക്റ്റ് ഓഫ് വെലോസിറ്റി കമ്പോണൻറ്റ് എലോങ് ദ എലമെൻറ്റ്. ഒരു ചെറിയ എലമെൻ്റ് എടുക്കുക, താഴെ ആ ഫിഗർ നോക്കി കഴിഞ്ഞാൽ PQ എന്ന് പറയുന്ന ഒരു ചെറിയൊരു പോർഷൻ കണ്ടോ. ആ ഒരു എലമെൻറ്റിലുള്ള സർക്കുലേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള വെലോസിറ്റി കമ്പോണൻറ്റിൻ്റെ പ്രോഡക്റ്റിൻ്റെ സമ്മാണ്. ആൻഡ് ദ എലമെൻ്റൽ ലെന്ത് DS. മനസ്സിലായോ? അപ്പോൾ ലെറ്റ് തീറ്റ ബി ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലെന്ത് ഓഫ് എലമെൻറ്റ്സ് DNs ആൻഡ് ദ വെലോസിറ്റി V. തീറ്റ എന്ന് പറയുന്ന ഫിഗർ നോക്കുക മനസ്സിലാവും. DS എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ എലമെൻ്റ് ലെന്ത് ഉണ്ട്, ഒരു കർവ് PQ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. നമുക്ക് തീറ്റ എന്ന് പറയുന്നത് വെലോസിറ്റി വെക്ടറും DSഉം തമ്മിലുള്ള ആംഗിളാണ്. അതിനകത്ത് നമ്മൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ, ഗ്രീക്ക് ക്യാപിറ്റൽ ലെറ്റർ ഗാമയാണ് യൂസ് ചെയ്യുന്നത്. ഗാമ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ V cos θ DS ആണ്. ഈ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ലൈൻ ഇൻ്റഗ്രലാണ്, ടേക്കൻ അറൗണ്ട് ദ ക്ലോസ്ഡ് കർവിൻ്റെ ആൻറ്റി ക്ലോസ് വൈസ് ഡയറക്ഷൻ. നമ്മൾ ആ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് നമ്മൾ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ സർക്കുലേഷൻ ഡെഫിനിഷനകത്ത് തന്നെ പറയുന്നുണ്ട് ലൈൻ ഇൻ്റഗ്രൽ ആണെന്ന് പറയുന്നുണ്ട്. അപ്പം അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇക്വേഷൻ വഴി നമുക്ക് മനസ്സിലാകുന്നത് അത് തന്നെയാണ്. ആ ഡെഫിനേഷനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് വെലോസിറ്റി ഫീൽഡ് അലോങ് എ ക്ലോസ്ഡ് കർവ്. അതാണ് ഗാമ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ V cos θ DS എന്ന് പറയുന്നത്. അപ്പോൾ സർക്കുലേഷൻ നമ്മൾ ഒരു ഡെഫിനേഷൻ പഠിച്ചു, അപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഇക്വേഷൻ പഠിച്ചു. ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫിഗർ നമ്മൾ നോക്കിയത്. അപ്പം ഈ ഡെഫിനിഷൻ കൃത്യമായിട്ട് പറയുക, ഫിഗർ കൃത്യമായിട്ട് വരയ്ക്കുക.
ഇക്വേഷൻ പഠിക്കുക. ഇനി വോട്ടസിറ്റി എന്താണെന്ന് നോക്കാം. അതിനും ഇക്വേഷൻ വെച്ചൊരു എക്സ്പ്ലനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്തില്ലെങ്കിലും ഡെഫിനേഷൻ കൊടുത്തിരുന്നെങ്കിലും ഇപ്പം അതിൻ്റെ ഇക്വേഷൻ വെച്ചാണ് പറയുന്നത്. നമ്മൾ അതിൻ്റെ ഡെറിവേഷൻ പഠിക്കേണ്ട ഇക്വേഷൻ്റെ, ജസ്റ്റ് ആ ഇക്വേഷൻ മാത്രം ബൈ ഹാർട്ടായിട്ട് പഠിച്ചാൽ മതി. Vorticity is defined as the ratio of the differential circulation around an infinitesimal closed curve enclosing the point to the area of closed curve. Vorticity is denoted by Greek letter psi. Vorticity psi z equal to psi z ആണ് d gamma by dx dy equal to dou v by dou x minus dou u by dou y. നമുക്കറിയാം ഗാമ എന്ന് പറയുന്നത് സർക്കുലേഷൻ ആണ്. അതിനെ ഒന്ന് ഡെറിവേറ്റീവ് എടുക്കുകയാണ് അതിൻ്റെ. അതായത് സൈ ഇസഡ് എന്ന് പറയുമ്പോഴാണ് എന്ത് വരുന്നത്, ഡിനോമിനേറ്ററിൽ ഡി എക്സ് ഡി വൈ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വോട്ടസിറ്റി എന്താ ചോദിച്ചാൽ ആ ഡെഫിനേഷൻ എഴുതുക, ഈ ഇക്വേഷൻ പഠിക്കുക. ഇക്വേഷൻ ബൈ ഹാർട്ടായിട്ട് അങ്ങ് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. ഇനി മറ്റൊരു കേസ് ഇവിടെ പറയുന്നത്, ഇൻ കേസ് ഓഫ് എ ഫ്ലൂയിഡ് റൊട്ടേറ്റിംഗ് അറ്റ് എ സർട്ടൻ കോൺസ്റ്റൻറ്റ് ആംഗുലാർ വെലോസിറ്റി. കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു ആംഗുലർ വെലോസിറ്റി ഒമേഗയിലാണ് ഫ്ലൂയിഡ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ, വെലോസിറ്റി വി ആണെങ്കിൽ, ഇനി റേഡിയൽ ഡിസ്റ്റൻസ് ആർ എന്ന് പറയുന്ന റേഡിയൽ ഡിസ്റ്റൻസിലാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ആ ദൂരമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ വി എന്ന് പറയുന്നത് വി ഇസിക്കൽ ടു ആർ ഒമേഗ എന്ന് നമുക്ക് എഴുതാം. നമ്മൾ പ്ലസ് 2 ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. വി ഇസിക്കൽ ടു ആർ ഒമേഗ. ആർ എന്ന് പറയുന്ന റേഡിയൽ ഡിസ്റ്റൻസ്, ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ആംഗുലർ വെലോസിറ്റി ആണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വി ഇസിക്കൽ ടു ആർ ഒമേഗയാണ്. അങ്ങനെ ഒരു കേസിൽ വരുമ്പോൾ സർക്കുലേഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ വി ആർ ഡി തീറ്റ ഈക്വൽ ടു, നമുക്കറിയാം വി ഇസിക്കൽ ടു ആർ ഒമേഗയാണ്. വിക്ക് ആർ ഒമേഗ എന്ന് കൊടുത്തു. അപ്പോൾ 2 ആർ വരും. അപ്പോൾ ആർ സ്ക്വയർ ഒമേഗ ഡി തീറ്റ, ആർ സ്ക്വയർ ഒമേഗ 2 പൈ എന്ന് പറയും. അതിൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആർ സ്ക്വയർ ഒമേഗ 2 പൈ. അങ്ങനെയാണെങ്കിൽ വോട്ടസിറ്റി അറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഡി ഗാമ ബൈ പൈ ആർ സ്ക്വയർ. അത് സർക്കുലേഷൻ്റെ കേസിലാണ്. അതായത് ആംഗുലാർ ഫ്ലൂയിഡ് റൊട്ടേറ്റ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് ആംഗുലാർ വെലോസിറ്റിയിലാകുന്ന കേസിലാണ് കേട്ടോ. അപ്പോൾ അതിനെ ഈ ഒരു കോർഡിനേറ്റിലോട്ട് മാറ്റിയപ്പോഴാണ്, റൊട്ടേഷൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയപ്പോഴാണ് അതിനെ എക്സും വൈയും ഒക്കെ മാറിയിട്ട് പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് എഴുതിയത്. അപ്പോൾ അങ്ങനെ ഒരു റൊട്ടേറ്റിംഗ് കേസിലാണ് വരുന്നതെങ്കിൽ ഡോ ഗാമ ബൈ പൈ ആർ സ്ക്വയർ എന്ന് നമ്മൾ എഴുതണം. അങ്ങനെ ഡോ ഗാമ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു, തൊട്ട് മുമ്പേ കണ്ടുപിടിച്ചു. അത് ആർ സ്ക്വയർ ഒമേഗ 2 പൈ ആണ്. അതിന് എഴുതുമ്പോൾ 2 ഒമേഗ പൈ ആർ സ്ക്വയർ എന്ന് എഴുതി. ഡിനോമിനേറ്റർ പൈ ആർ സ്ക്വയർ വന്നു. അതിൻ്റെ പൈ ആർ സ്ക്വയറും പൈ ആർ സ്ക്വയറും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് വോർട്ടസിറ്റി ഈസിക്കൽ 2 ഒമേഗ എന്ന് കിട്ടി. അത് ഏത് കേസിലാണെന്ന് ചോദിച്ചാൽ എക്സ് വൈസിൻ്റെ ആക്സിസിലല്ല, ആ ഒരു കോർഡിനേറ്റ് ആക്സിസിലല്ല നമ്മൾ എടുക്കുന്നത്. ഇതെന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ആംഗുലാർ വെലോസിറ്റി ഒമേഗയിൽ ഫ്ലൂയിഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആർ തീറ്റ എന്ന് പറയുന്ന ആ പറയുന്ന കോർഡിനേറ്റ് ആക്സിസിലാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ. ഇനി ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഫോർ വോട്ടസിറ്റി ഈസ് ട്വൈസ് ദ ആംഗുലാർ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റിയാണ്. പക്ഷേ വോട്ടസിറ്റി എന്ന് പറയുന്നത് 2 ഒമേഗയാണ്. അതായത് ട്വൈസ് ദ ആംഗുലാർ ഒമേഗയാണ്. ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് പറയുന്നതിന് മുമ്പ്, വോട്ടസിറ്റിക്ക് നമ്മൾ ഇപ്പോൾ 2 ഇക്വേഷൻസ് ആണ് പഠിച്ചത് അല്ലേ. ഒന്ന് ഈ പറയുന്ന ക്ലോസ്ഡ് കർവിൻ്റെ, അതുപോലെ തന്നെ ആംഗുലാർ വെലോസിറ്റിയുടെ കേസിൽ നമ്മൾ എടുക്കുന്ന ഒന്ന്, അതായത് ഫ്ലൂയിഡ് റൊട്ടേറ്റ് ചെയ്യുന്ന കേസിലും നമ്മൾ എടുത്തു. ഇപ്പോൾ 2 ഇക്വേഷനാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പ്രധാനമായി നോക്കേണ്ടത് ഏതാണെന്ന് ചോദിച്ചാൽ രണ്ടാം പറയുന്ന ഇക്വേഷനാണ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ പറയുന്ന വോട്ടസിറ്റി സൈ ഈസിക്കൽ ടു 2 ഒമേഗ. സൈ ഈസിക്കൽ ടു 2 ഒമേഗ എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, എനി ഫ്ലൂയിഡ് എലമെൻറ്റ് ഹാസ് ദാറ്റ് ഒക്യുപ്പൈസ് ദ പോയിന്റ് ഹാവിങ് നോൺ സീറോ വോട്ടസിറ്റി, ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് റൊട്ടേഷൻ. നോൺ സീറോ വോട്ടസിറ്റി ആണെങ്കിൽ ആ പോയിന്റ് റൊട്ടേഷനിലായിരിക്കും എന്നാണ് പറയുന്നത്. ഫിഗർ നോക്കിയാൽ നമുക്കറിയാം ഫ്ലൂയിഡ് ഹാസ് വോട്ടസിറ്റി. നോൺ സീറോ എന്ന് പറഞ്ഞാൽ വോട്ടസിറ്റി ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായി? പിന്ന് ക്യൂയിലോട്ട് വന്നപ്പോഴത്തേക്ക് അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നോൺ സീറോ വോട്ടസിറ്റിയാണ്, വോട്ടസിറ്റി ഉണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കേസ് ഇതിൻ്റെ നേരെ മറിച്ച്, വൈസ് വേഴ്സ, എനി ഫ്ലൂയിഡ് എലമെൻറ്റ് ദാറ്റ് ഒക്യുപ്പൈസ് പോയിന്റ് ഹാവിങ് സീറോ വോട്ടസിറ്റി, ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് ഇറൊട്ടേഷണൽ. വോട്ടസിറ്റി 0 ആണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യത്തില്ല, ഇറൊട്ടേഷനല്ല. ഫിഗർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, P-ന്ന് R-ലോട്ട് വന്നപ്പം അതിന് ഒരു റൊട്ടേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല, നേരെ അതുപോലെ തന്നെയാണ് വന്നേക്കുന്നത്.
ഇനി മൂന്നാമത്തത് ഫ്ലോ ഫ്രം PQ2 ഫസ്റ്റ് ഫിഗർ നോക്കി കഴിഞ്ഞാൽ ഈസ് റൊട്ടേഷണൽ, അതായത് അതിന് ഓട്ടോസിറ്റി, വൈൽ ഫ്ലോ ഫ്രം P2R ഈസ് ഇറൊട്ടേഷണൽ നോ ഓട്ടോസിറ്റി. ഒരു പ്രാവശ്യം കൂടെ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ക്വസ്റ്റ്യനകത്തൊക്കെ ഒരു പക്ഷേ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഫ്ലോ ത്രൂ ടർബോ മെഷീൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് റൊട്ടേഷണൽ മോഷൻ. ഇനി ഓട്ടോസിറ്റി പറഞ്ഞു, സർക്കുലേഷൻ പറഞ്ഞു, ഇനി റൊട്ടേഷൻ എന്താണെന്ന് നോക്കാൻ പോവുകയാണ്. റൊട്ടേഷൻ is defined as the movement of fluid element in such a way that both the axis, horizontal axis as vertical rotate in same direction. മനസ്സിലായി, വളരെ സിമ്പിളാണ്, നമുക്കറിയാവുന്ന കൺസെപ്റ്റ് തന്നെയാണ്. ഫ്ലൂയിഡ് എലമെൻ്റ് റൊട്ടേഷൻ ആണ് എന്ന് പറയണമെങ്കിൽ എന്താണ്, അതിൻ്റെ ബോത്ത് ആക്സിസ്, ഹൊറിസോണ്ടൽ ആക്സിസും വെർട്ടിക്കൽ ആക്സിസും അതേ ഡയറക്ഷനിൽ സെയിം ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണം. ഇറ്റ് ഈസ് ഈക്വൽ ടു, അതിനൊരു ഇക്വേഷൻ, ഹാഫ് ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ ഫോർ എ 2-dimensional element XY പ്ലെയിൻ. ആ ഒരു ചെറിയ ഫിഗർ. ഇപ്പോൾ റൊട്ടേഷൻ എന്താ ചോദിച്ചാൽ ഈ ചെറിയൊരു എക്സ്പ്ലനേഷൻ എഴുതുക, താഴെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻസ് എഴുതുക. ഇപ്പോൾ റൊട്ടേഷണൽ കമ്പോണൻസ് എന്ന് പറയുന്ന XY Z ആക്സിസിൽ എന്താണെന്ന് ചോദിച്ചാൽ ഒമേഗ ഇസഡ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ. ഒമേഗ എക്സ് വരുമ്പോൾ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡോ ഒമേഗ ബൈ ഡോ വൈ മൈനസ് ഡോ വി ബൈ ഡോ ഇസഡ്. ഒമേഗ വൈ വരുമ്പോൾ ഹാഫ് ഇൻറ്റു ഡോ യു ബൈ ഡോ ഇസഡ് മൈനസ് ഡോ ഒമേഗ ബൈ ഡോ എക്സ്. എക്സ് വൈ ഇസഡ് ആക്സിസ് ആണ്. ഒമേഗ ഇസഡ് വരുമ്പോഴത്തേക്കും നമുക്കറിയാം ഇക്വേഷനകത്ത് ചേഞ്ച് ഉണ്ട്. ആ ഇക്വേഷനകത്ത് ഇസഡ് എന്ന് പറയുന്ന ടേം RHSനകത്തില്ല. ഒമേഗ എക്സ് വരുമ്പോഴത്തേക്കും നമുക്ക് പഠിക്കാൻ എളുപ്പമായിട്ട് പറയുവാണെങ്കിൽ RHS സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒമേഗ രണ്ടാമത്തെ ഇക്വേഷൻ്റെ RHS സൈഡിൽ എക്സ് എന്ന് പറയുന്ന ഒരു ടേം ഇല്ല. ഒമേഗ വൈ എന്ന് പറയുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ RHS സൈഡിൽ ഇസഡ് ഇല്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയില്ല. എക്സ് എവിടാണ്, വൈ എവിടാണ്, ഇസഡ് എവിടാണ്, യു എവിടാണ്, വി എവിടാണ്, ഡബ്ല്യു എവിടാണെന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അത് നൊട്ടേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, അത് അപ്പോൾ ഈ ഒരു 3 വോട്ടോസിറ്റി, അതുപോലെ തന്നെ സർക്കുലേഷൻ, റൊട്ടേഷൻ, ഇതിന് 3നും ഇക്വേഷൻ ഉണ്ട്. പരസ്പരം റിലേറ്റ് ചെയ്ത് എഴുതപ്പെടാവുന്ന ഇക്വേഷൻസ് ആണ് ഇതിന് 3നും ഉള്ളത്. അത് 3ഉം കൃത്യമായിട്ട് തന്നെ നമ്മൾ പഠിക്കുക, അതിൻ്റെ ഡെഫിനിഷൻസ് പഠിക്കുക. ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ലളിതമായ പ്രോബ്ലംസ് ആണ്. ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഇവിടെ എ ഫ്ലൂയിഡ് ഫ്ലോ ഈസ് ഗിവൺ ബൈ, അതിൻ്റെ വെലോസിറ്റി സംഭവം തന്നിട്ടുണ്ട്. ഓക്കെ, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് V = 8x³ മൈനസ് 10x² എന്നാണ്. സ്റ്റേറ്റ് വെദർ ദ ഫ്ലോ ഈസ് റൊട്ടേഷണൽ ഓർ ഇറൊട്ടേഷണൽ. ഫ്ലോ റൊട്ടേഷനിലാണോ ഇറൊട്ടേഷനിലാണോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? വളരെ സിമ്പിളാണ്. കാരണം നമുക്ക് റൊട്ടേഷണൽ കമ്പോണൻസ് ഒമേഗ ഇസഡ്, ഒമേഗ എക്സ്, ഒമേഗ വൈ ഒക്കെ അറിയാം, ഇക്വേഷൻ അറിയാം. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് അത് 0 ആണോ അല്ലയോ എന്ന് നമ്മൾ നോക്കിയാൽ മതി. മനസ്സിലായോ? ഒമേഗ ഇസഡ് ഈക്വൽ ടു ഹാഫ് ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ, അങ്ങനെ ഒരു 3 ഇക്വേഷൻ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ? അപ്പോൾ ആ ഇക്വേഷൻ അതിനകത്ത് ഇട്ട് കൊടുക്കും. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് റൊട്ടേഷനാണ്, അല്ലെങ്കിൽ അത് ഇറൊട്ടേഷനിലാണ്. അത്രയും പറഞ്ഞാൽ മതി. അപ്പോൾ അതിനാണ് പറഞ്ഞത് ഈ പറഞ്ഞ സർക്കുലേഷൻ്റെയും വോട്ടോസിറ്റിയുടെയും റൊട്ടേഷൻ്റെയും ഇക്വേഷൻസ് നമ്മൾ ബൈഹാർട്ടായിട്ട് പഠിക്കണം. എങ്ങനെ പോയാലും അത് നമ്മൾ ഹൃദയസ്ഥമാക്കിയെങ്കിൽ മാത്രമേ ഈ ഒരു പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, ഒരു പ്രോബ്ലം ആൻസർ ചെയ്യുമ്പോൾ, സോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗിവൺ ഡേറ്റ എഴുതണം. V = 8x³ മൈനസ് 10x²J ഈക്വൽ ടു അല്ല, മൈനസ് ആണ് കേട്ടോ. അത് ക്വസ്റ്റ്യൻ തന്നേക്കുന്ന പോലെ എഴുതുക. ഇനി വെലോസിറ്റി കമ്പോണൻറ്റ് നമുക്കറിയാം. V = 8x³ മൈനസ് 10x²YJ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ കാണേണ്ടത് എങ്ങനെയാണ്? V = UI പ്ലസ് VJ എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ കാണുന്നത്. അവിടെ UI എന്ന് പറയുമ്പോൾ U എന്ന് പറയുന്നത് 8x³ ആണ്. UI പ്ലസ് VJ എന്ന് പറയുമ്പോൾ V എന്ന് പറയുന്നത് മൈനസ് 10x² ആണ്. ഓക്കെ, മൈനസ് 10x². ഇനി വെലോസിറ്റി കമ്പോണൻറ്റ് ഓരോന്ന് എഴുതുകയാണ്. വെലോസിറ്റി കമ്പോണൻറ്റ് എക്സ് ഡയറക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, U ആണ്. വെലോസിറ്റി കമ്പോണൻറ്റ് Y ഡയറക്ഷൻ എന്ന് പറയുന്നത് V ആണ്. വെലോസിറ്റി കമ്പോണൻറ്റ് Z ഡയറക്ഷൻ എന്ന് പറയുന്നത് W ആണ്. അപ്പോൾ ഒരു വെലോസിറ്റി ഫീൽഡ് കഴിഞ്ഞാൽ UI പ്ലസ് VJ പ്ലസ് WZ ആണ്. ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ UI എന്ന് പറയുന്ന സ്ഥാനത്ത് U എന്ന് പറയുന്നത് 8x³ ആണ്. V എന്ന് പറയുന്നത് മൈനസ് 10x²Y ആണ്. ഇവിടെ മൈനസ് മിസ്സിംഗ് ആണ്, മൈനസ് എഴുതണം. V = മൈനസ് 10x²Y ആണ്. ഇനി നമ്മൾ അതിനെന്താ ചെയ്യാൻ പോകുന്നത്? വിത്ത് റെസ്പെക്റ്റ് ടു അതിനെ ഡിറൈവ് ചെയ്യാനായിട്ട് പോവുകയാണ്. കാരണം XY പ്ലെയിനിലുള്ള ഒരു ഫ്ലൂയിഡ് ഫ്ലോ ആണ് നമുക്ക് തന്നേക്കുന്നത്. കാരണം
ഐ കമ്പോണൻ്റ് ഉണ്ട്, ജെ കമ്പോണൻ്റ് ഉണ്ട്. ഡബ്ല്യുവിൻ്റെ ഡയറക്ഷനിലുള്ള അല്ലെങ്കിൽ ഇസഡ് ഡയറക്ഷനിലുള്ള സംഭവം നമുക്ക് ഇല്ല. ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ 8x³ മൈനസ് 10x²y j+0 എന്നാണ്. അതായത് ഇസഡ് ഡയറക്ഷനിലുള്ള വാല്യൂസ് തന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം എക്സും വൈയും മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ഫ്ലൂയിഡ് സഞ്ചരിക്കുന്ന XY പ്ലെയിനിലാണ്. അപ്പോൾ നമ്മൾക്കിനി അത് നോക്കണമെങ്കിൽ ഇതിനെ ഒന്ന് വിത്ത് റെസ്പെക്റ്റ് ടു യുവിനെ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് എന്ന് ഡിറൈവ് ചെയ്യാനായിട്ട് പോവുകയാണ്. അത് എന്തിനാണെന്ന് തൊട്ട് താഴെ പറയാം. ഡോ യു ബൈ ഡോ എക്സ് എടുത്തു കഴിഞ്ഞാൽ 24x² ആണ്. ഡോ വി ബൈ ഡോ എക്സ് എടുത്തു കഴിഞ്ഞാൽ -10x² ആണ്. അതിനെ എക്സ് കൊണ്ട് ഡിറൈവ് ചെയ്യുന്നു. മൈനസ് വേളയിൽ വിയുടെ അവിടെ മിസ്സിംഗ് ആണ് കേട്ടോ, അത് നോട്ട് ചെയ്തേക്കണം. -20xy ആണ്. ഇനി വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് ഡിറൈവ് ചെയ്യാൻ പോവാണ്. ഡോ യു ബൈ ഡോ വൈ = 0, ഡോ വി ബൈ ഡോ വൈ = -10x². അപ്പം യുവിനെയും വിയെയും വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിറൈവ് ചെയ്തു, വൈ ഡിറൈവ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു എക്സും വൈയും കമ്പോണൻറ്റേ ഉള്ളൂ. അപ്പോൾ റൊട്ടേഷൻ ഇൻ XY പ്ലെയിൻ ആണ്. റൊട്ടേഷൻ ഇൻ XY പ്ലെയിൻ എന്ന് പറയുമ്പോൾ അതിനെ ഇസഡ് ഡയറക്ഷനിലുള്ള ഇക്വേഷൻ നമ്മൾ എഴുതണം. റൊട്ടേഷൻ ഇൻ ഇസഡ് പ്ലെയിൻ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ, വൈ ഡയറക്ഷനിലുള്ള ഇക്വേഷൻ എഴുതി. റൊട്ടേഷന് 3 ഇക്വേഷൻ ഈ റൊട്ടേഷൻ്റെ എക്സ്പ്ലനേഷൻ്റെ ഭാഗത്ത് നമ്മൾ പറഞ്ഞായിരുന്നു. ω(x), ω(y), ω(z). അപ്പോൾ ഈ റൊട്ടേഷൻ ഇൻ XY പ്ലെയിൻ ആവുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏതാണെന്ന് ചോദിച്ചാൽ ω(z) ആണ്. ω(z) = എന്താണ്, നമ്മൾ മുമ്പേ പഠിച്ചായിരുന്നു, ½ × ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ ആണ്. അപ്പോൾ ഡോ വി ബൈ ഡോ എക്സ് എന്താണെന്ന് നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഡിറൈവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി. ഡോ യു ബൈ ഡോ വൈയും കിട്ടി. അപ്പോൾ ആ പറയുന്ന ഡോ വി ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈയും ω(z)ൻ്റെ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ½ × -20x - 0, അതായത് -10xy. ω(z) = -10xy എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ω(z)ന് ഒരു വാല്യൂ ഉണ്ട്, 0 അല്ല. ω(z) = സംതിങ് എന്ന് പറയുമ്പോൾ -10x. അപ്പോൾ ω(z) 0 അല്ല, അതുകൊണ്ട് റൊട്ടേഷനിലാണ്, സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അത് 0 ആയിരുന്നെങ്കിൽ ഇത് ഫ്ലോ റൊട്ടേഷൻ അല്ല. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? നമ്മൾ മനസ്സിലാക്കിയത് ഇതാണ്. റൊട്ടേഷൻ ഒരു ഇക്വേഷൻ ഉണ്ട്, 3 ഇക്വേഷൻസ് ഉണ്ട്. അത് 3 നമ്മൾ പഠിക്കണം. ക്വസ്റ്റ്യനകത്ത് തരുമ്പോൾ വെലോസിറ്റി ഫീൽഡ് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് v = 8x³ - 10x²y എന്ന് പറയുന്ന ഇക്വേഷനാണ്. അവിടെ എക്സ് ഡയറക്ഷനിലുള്ള വാല്യൂ ഉണ്ട്, വൈ ഡയറക്ഷനിലുള്ള വാല്യൂ ഉണ്ട്. പക്ഷേ ഇസഡ് ഡയറക്ഷനിലുള്ളത് മിസ്സിംഗ് ആണ്. അതിൻ്റെ അർത്ഥം ഇത് റൊട്ടേഷൻ ഇൻ XY പ്ലെയിനിലാണ്. റൊട്ടേഷൻ XY പ്ലെയിൻ എന്ന് പറയുമ്പോൾ റൊട്ടേഷൻ്റെ 3 ഇക്വേഷനകത്ത് ω(x), ω(y), ω(z)നകത്ത് നമ്മൾ ω(z) എന്ന് പറയുന്ന ആ പർട്ടിക്കുലറായിട്ടുള്ള ഇക്വേഷനാണ് എടുക്കുന്നത്. അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ω(z) എന്ന് പറയുന്ന ഇക്വേഷൻ ½ × ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ ആണ്. അപ്പം നമ്മുടെ കയ്യിലുള്ള വെലോസിറ്റി ഫീൽഡിനകത്തു നിന്ന് ഡോ വി ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈ നമ്മൾ കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തി ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്തപ്പോൾ 0 അല്ല എന്നതിൻ്റെ അർത്ഥം അതിന് റൊട്ടേഷൻ ഉണ്ടെന്നാണ്. അപ്പോൾ ഫ്ലോ റൊട്ടേഷനാണോ ഇറൊട്ടേഷനാണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മളത് ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി ഫ്ലോ റൊട്ടേഷനിലാണ്. ഇനി മറ്റൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. ദ വെലോസിറ്റി കമ്പോണൻറ്റ് ഇൻ എ 2-dimensional ഫ്ലോ ആർ u = y³ / 3 + 2x - x²y. v = xy² - 2y - x³ / 3. Show that these functions represent a possible case of irrotational flow. റൊട്ടേഷണൽ ഫ്ലോ ആണെന്ന് പറയണം. റൊട്ടേഷൻ അല്ല, ഇറൊട്ടേഷണൽ ഫ്ലോ. ഇറൊട്ടേഷണൽ ആണെങ്കിൽ എന്താണ്, റൊട്ടേഷൻ അവിടെ ഇല്ലാതായിരിക്കണം. റൊട്ടേഷൻ ഇല്ലാതായിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ω(x) അല്ലെങ്കിൽ ω(y) അല്ലെങ്കിൽ ω(z) 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും ഇതൊരു ഇറൊട്ടേഷനിലാണ്. റൊട്ടേഷൻ അല്ല എങ്കിൽ അത് ഇറൊട്ടേഷനിലാണ്. റൊട്ടേഷനിലാകണമെങ്കിൽ റൊട്ടേഷൻ 0 ആകണം. ഇനി ഗിവൺ ഡാറ്റ എടുത്ത് എഴുതുന്നു. u = y³ + 2x - x²y. v = xy² - 2y - x³. ഡോ യു ബൈ ഡോ എക്സ് കണ്ടുപിടിച്ചു, ഡോ യു ബൈ ഡോ വൈ കണ്ടുപിടിച്ചു, ഡോ വി ബൈ ഡോ എക്സ് കണ്ടുപിടിച്ചു, ഡോ വി ബൈ ഡോ വൈ കണ്ടുപിടിച്ചു. ഈ ഒരു പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത, മറ്റൊക്കെ നമുക്ക് യുവും വിയും നമ്മൾ ആ ഇക്വേഷൻ അടർത്തി എടുക്കുമായിരുന്നു. ഏതാ, v = ui + vj + wk എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിട്ടാണ് എടുക്കുന്നത്. ഏതാ, യുവും വിയും ഒക്കെ. പക്ഷേ ഈ ക്വസ്റ്റ്യനകത്ത് നേരിട്ട് തന്നെ യുവും വിയും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും യുവേയും വിയെയും ഡിറൈവ് ചെയ്തു. 2-dimensional ഫ്ലോ ആണ്. അത് നോക്കിക്കഴിയുമ്പം ഇറൊട്ടേഷൻ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതിനു മുമ്പ് ഇതൊരു ഫ്ലോയ്ക്ക് സാധ്യതയുണ്ടോ എന്ന് അവരൊന്ന് ചെക്ക് ചെയ്യുകയാണ്.
നമ്മൾ അറിഞ്ഞു കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമുക്കറിയാം. 2 ഡയമെൻഷണൽ ഫ്ലോയുടെ കേസിൽ 1D 2D 3D ഒക്കെ നമ്മൾ പഠിച്ച കേസിൽ ഫ്ലോ പറഞ്ഞ കേസിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു വി ബൈ ഡോ വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ അതൊരു ഫ്ലോയ്ക്ക് സാധ്യതയുണ്ട്. ഫ്ലോ നടക്കുന്നുണ്ടെന്നുള്ള ഒരു തെളിവിനാണ് ഈ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ വാല്യൂസ് ഇട്ട് കൊടുത്തപ്പോൾ 0 എന്ന് കിട്ടി. ഇറ്റ് ഈസ് എ പോസിബിൾ കേസ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ. അതായത് 2 ഡയമെൻഷണൽ ഫ്ലോ ആണ്. മനസ്സിലായി? ആ ഇക്വേഷൻ കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഫ്ലോ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി കാരണം ഇവിടെ പറഞ്ഞേക്കുന്നത് ഒരു ഇറൊട്ടേഷണൽ ഫ്ലോയ്ക്ക് സാധ്യതയുണ്ടോ എന്നാണ്. ആദ്യം ഫ്ലോ ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ റൊട്ടേഷനാണോ ഇറൊട്ടേഷനാണോ എന്ന് അറിയേണ്ടത്. റൊട്ടേഷണൽ ഫ്ലോ ഉണ്ട്, ഇറൊട്ടേഷണൽ ഫ്ലോ ഉണ്ട്. ഫ്ലോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്, ജസ്റ്റ് ഒരു പ്രൂഫിന് വേണ്ടിയാണ് അവർ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എടുത്തിട്ട് അതിനകത്ത് വാല്യൂസ് ഇട്ട് കൊടുത്തപ്പം ഈ പറയുന്ന ഫ്ലോ നടന്നതെന്ന് പറഞ്ഞു. ഇനി അത് റൊട്ടേഷണൽ ഫ്ലോ ആണോ ഇറൊട്ടേഷണൽ ഫ്ലോ ആണോ എന്ന് അറിയണം. നമുക്കറിയാം യു വി യു ആണ് തന്നേക്കുന്നത്, എക്സ് വൈ പ്ലെയിനിലുള്ള റൊട്ടേഷനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അറിയാൻ പറ്റും ഇസഡ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഒമേഗ ഇസഡ് ഈക്വൽ ടു ഹാഫ് ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ ആണ് റൊട്ടേഷൻ്റെ ഇക്വേഷൻ. ആ ഇക്വേഷനകത്ത് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂസ് ഇട്ട് കൊടുത്തപ്പോൾ കറക്റ്റ് 0 കിട്ടി. 0 ആണെങ്കിൽ ഒമേഗ ഇസഡ് 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം റൊട്ടേഷൻ 0 ആണ്. റൊട്ടേഷൻ 0 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഫ്ലോ ഒരു ഇറൊട്ടേഷണൽ ഫ്ലോ ആണ്. അങ്ങനെയാണ് അത്. ഇനി മറ്റൊരു ടൈമിലേക്ക് നമ്മൾ പോകുന്നത് സ്ട്രീം ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ്. അതിനൊരു ജസ്റ്റ് ഒരു ഡെഫിനിഷനുണ്ട്, ഇക്വേഷൻസ് ഉണ്ട്, ചെറിയൊരു ഡെറിവേഷൻ പോലെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിൻ്റെ ഫൈനൽ ഇക്വേഷൻ ബൈഹാർട്ടായിട്ട് പഠിക്കണം. നമുക്ക് നോക്കാം സ്ട്രീം ഫംഗ്ഷൻ. സ്ട്രീം ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്നത് സൈ എന്ന് പറയുന്ന ടൈമാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോളോസ്. മാത്തമാറ്റിക്കലി ഫോർ സ്റ്റഡി ഫ്ലോ സ്ട്രീം ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് സൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. മനസ്സിലായോ? സ്റ്റഡി ഫ്ലോയുടെ കേസിൽ സ്ട്രീം ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നത് സൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. ഇത്രയും പഠിച്ചു വെക്കുക. ഇനി അഥവാ നമുക്കൊരു ഡെറിവേഷൻ അല്ലെങ്കിൽ ഡെറിവേഷൻ അല്ല ഒരു ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. സ്ട്രീം ഫംഗ്ഷൻ ഈസ് എ സ്കെയിലാർ ഫംഗ്ഷൻ ഓഫ് സ്പേസ് ആൻഡ് ടൈം ലൈക്ക് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. But the partial derivative of stream function with respect to s direction gives the velocity component in y direction. Generally, the partial derivative of the stream function with respect to any direction gives the velocity component right angle to that direction. അതായത് സ്ട്രീം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സൈ ആണ് അല്ലേ. അപ്പം സൈയെ നമ്മൾ എക്സ് കൊണ്ടെന്ന് അവർ പറയുന്നത് ഒന്ന് ഡിറൈവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻ്റാണ്. ഇക്വേഷൻ നമ്മൾ നോക്കാം. ദാറ്റ് ഈസ് ഇവർ ഈ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നതിൻ്റെ മുഴുവൻ മനസ്സിലാകണം. ഇക്വേഷൻ നോക്കിയാൽ മതി. ഡോ സൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു വി. സൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ട്രീം ഫംഗ്ഷനാണ്. ആ സ്ട്രീം ഫംഗ്ഷനെ എക്സ് കൊണ്ട് ഡിറൈവ് ചെയ്തപ്പോൾ വി കിട്ടി. വി എന്താണ്? ഈ വി ഡബ്ല്യു. യു എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കമ്പോണൻറ്റ് എക്സ് ഡയറക്ഷൻ, വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കമ്പോണൻറ്റ് വൈ ഡയറക്ഷൻ, ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കമ്പോണൻറ്റ് ഇൻ എക്സ് ഡയറക്ഷൻ. അപ്പം എക്സ് ഡയറക്ഷനെ അതായത് ഡി എക്സിനെ ഡി സൈയെ ഡി എക്സ് കൊണ്ടുവന്ന് ഡിറൈവ് ചെയ്തപ്പോൾ വൈ ഡയറക്ഷനുള്ള വെലോസിറ്റി കമ്പോണൻറ്റ് കിട്ടി. അതുപോലെ തൊട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ ഡോ സൈ ബൈ ഡോ വൈ ചെയ്തപ്പോൾ മൈനസ് യു കിട്ടി. അതാണ് ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. അതാണ് ഇവർ പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എ സ്ട്രീം ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എനി ഡയറക്ഷൻ ഗീവ്സ് ദ വെലോസിറ്റി കമ്പോണൻറ്റ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദാറ്റ് ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് ഇക്വേഷൻസ് ആണ്. ഡോ സൈ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു വി, ഡോ സൈ ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് യു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. കണ്ടിന്യൂറ്റി ഇക്വേഷൻ്റെ കേസിൽ നമുക്കറിയാം, മുമ്പേ ആ പ്രോബ്ലം ചെയ്ത കേസിൽ നമ്മൾ പറഞ്ഞ 1 ഡയമെൻഷണൽ 2 ഡയമെൻഷനൊക്കെ പഠിച്ച ഇപ്പോൾ നമ്മളൊക്കെ ഒരു കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഫ്ലോ നടക്കണമെങ്കിൽ എന്താണ്? ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ യുവിന് മൈനസ് ഡോ സൈ ബൈ ഡോ വൈ എന്നും വിക്ക് ഡോ സൈ ബൈ ഡോ എക്സ് എന്നും കൊടുക്കുകയാണ്. കാരണം കുറച്ച് മുമ്പേ പഠിച്ച ഇക്വേഷൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. 2 ഡയമെൻഷണൽ കണ്ടിന്യൂറ്റി ഇക്വേഷനകത്ത് നമ്മൾ യുവിനും വിക്കും ഈ പറയുന്ന സൈയുടെ ടേംസിലുള്ള ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഇക്വേഷൻ എങ്ങനെ മാറും? ഡോ സൈ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ സൈ ബൈ ഡോ വൈ പ്ലസ് ഡോ ബൈ ഡോ വൈ ഇൻറ്റു ഡോ സൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു 0. അതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? മൈനസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വൈ plus dou square psi by dou x into dou y equal to 0. So, is stream function psi exists. It is possible case of fluid flow. അപ്പം
എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രീം ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനേഷൻ എഴുതുക. ഡോ സൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു വി, ഡോ സൈ ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് യു എന്ന് എഴുതുക. എന്നിട്ട് ഫ്ലോ സാധ്യമാണോ, സ്ട്രീം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രീം ഫംഗ്ഷൻ സൈ എക്സിസ്റ്റ് ചെയ്ത ഫ്ലോ സാധ്യമാണോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ ഡെറിവേഷൻ പോലെ ചെയ്തത്. അപ്പോൾ അതിന് ആ ഫിഗർ ജസ്റ്റ് ആ സിമ്പിൾ ഫിഗറും ഈ പറയുന്ന എക്സ്പ്ലനേഷൻ കൂടെ വരച്ച് വെക്കുക. ഇനി പ്രോപ്പർട്ടീസ് നോക്കുകയാണ്. ഒന്നാമത്തെ പ്രോപ്പർട്ടീസ് സ്ട്രീം ഫംഗ്ഷൻ്റെ, ഇഫ് ദ സ്ട്രീം ഫംഗ്ഷൻ സാറ്റിസ്ഫൈസ് എ ലാപ്ലേസ് ഇക്വേഷൻ ഡോ സ്ക്വയർ ബൈ ഡോ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0, ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഇറോട്ടേഷണൽ ഫ്ലോ. ഈ പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അത് എന്താണെന്നാണ് പറയുന്നത്, ഫ്ലോ ഇറോട്ടേഷനിലാണെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി. നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ അത് ലാപ്ലാസ് ഇക്വേഷനാണ്. നമ്മൾ തൊട്ടടുത്ത സമയങ്ങളിൽ ലാപ്ലാസ് ഇക്വേഷൻ എന്താണ് പഠിക്കാൻ പോകുന്നതാണ്. രണ്ടാമത്തത്, ഇഫ് ദ സ്ട്രീം ഫംഗ്ഷൻ സൈ എക്സിസ്റ്റ് ദിസ് ഈസ് എ പോസിബിൾ കേസ് ഓഫ് ഇറോട്ടേഷൻ ഫ്ലോ. ഈ രണ്ട് പോയിന്റ് നമ്മൾ മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കണം കേട്ടോ. ഇനി ഈ പഠിച്ചതിൻ്റെയൊക്കെ ജസ്റ്റ് ഒരു സമ്മറി പഠിക്കുകയാണ്. പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫൈ, പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫൈ ഈക്വൽ ടു യു ഈക്വൽ ടു മൈനസ് ഡോ ഫൈ ബൈ ഡോ എക്സ്, വി ഈസ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ വൈ. സ്ട്രീം ഫംഗ്ഷൻ യു ഈസ് ഈക്വൽ മൈനസ് ഡോ സൈ ബൈ ഡോ വൈ, വി ഈസ് ഈക്വൽ ടു ഡോ സൈ ബൈ ഡോ എക്സ്. പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ നമ്മൾ അടുത്ത ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഇക്വേഷൻ പഠിക്കാം. അപ്പോൾ ഈ ഇതിനകത്ത് സ്ട്രീം ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചത്. എൻ്റെ ഇക്വേഷൻസ് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് നോക്കിയത്. യു ഈസിക്കൽ ഡോ സൈ ബൈ ഡോ വൈ എന്ന്, വി ഈസിക്കൽ ഡോ സൈ ബൈ ഡോ എക്സ് എന്നുള്ളത്. അതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കുക. ഇത് ഫ്ലോ സാധ്യമാണെന്ന് പറഞ്ഞ ആ ഒരു ഡെറിവേഷൻ പോലുള്ളത് പഠിക്കുക. ഇനി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഡീറ്റെയിൽ ആയിട്ട് തുടർന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. ഓക്കെ, വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ, വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ അതും ഇതുപോലൊരു ഡെഫിനേഷനും ഇക്വേഷനും ഒക്കെ ഉള്ളതാണ്. ഇവിടെയാണ് ലാപ്ലാസ് ഇക്വേഷൻ വരുന്നത്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻ ആസ് ഫോളോസ്. പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഈസ് എ സ്കെയിലാർ ഫംഗ്ഷൻ ഓഫ് space and time. It is denoted by phi. Mathematically, velocity potential function is defined as phi is equal to f of x, y, z for steady flow. അടുത്തത്, the negative partial derivative of potential function phi with respect to any direction gives the velocity of fluid in that direction. സ്ട്രീം ഫംഗ്ഷൻ പറഞ്ഞ പോലെ തന്നെയാണ്. u ഈക്വൽ ടു മൈനസ് ഡോ ഫൈ ബൈ ഡോ എക്സ്. അതായത് നെഗറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് വിത്ത് റെസ്പെക്ട് ടു എനി ഡയറക്ഷൻ. അത് എക്സ് ഡയറക്ഷൻ എടുക്കുക. എക്സ് ഡയറക്ഷനിലുള്ള ഫൈയുടെ നെഗറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ് നെഗറ്റീവ് ഡോ ഫൈ ബൈ ഡോ എക്സ് മൈനസ് ഡോ ഫൈ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് യു ആയിരിക്കും. മനസ്സിലായോ? എന്ന് പറയുന്ന പോലെ വൈ ഡയറക്ഷൻ എടുത്താൽ എന്ത് കിട്ടും? വി കിട്ടും. ഇസഡ് ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡബ്ല്യു കിട്ടും. അതാണ് അതിൻ്റെ പ്രത്യേകത. വേർ യു വി ഡബ്ല്യു ആർ ദ വെലോസിറ്റി കമ്പോണന്റ് ഇൻ എക്സ് വൈ ഇസഡ് ഡയറക്ഷൻ. ദ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഫ്ലോ ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് ഫൈ ഡിക്രീസസ്. ഇനി ഇൻകംപ്രസിബിൾ ഫ്ലോയുടെ കേസിൽ എടുക്കുമ്പോൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എടുക്കുന്നു. ഏതാ ഫ്ലോ സാധ്യമാണോ എന്നറിയാൻ വേണ്ടിയുള്ള നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഉണ്ടല്ലോ, ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ഈക്വൽ ടു 0 എന്നുള്ളത്. അത് സാറ്റിസ്ഫൈ ചെയ്താൽ എന്താണ്? ഫ്ലോ സാധ്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന യുവിനും വിക്കും ഡബ്ല്യുവിനും മുമ്പേ പറഞ്ഞ ഇക്വേഷൻസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ്റെ ഇക്വേഷനകത്ത് യുവിനും വിക്കും ഡബ്ല്യുവിനും പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ്റെ ടേംസിലുള്ള ഇക്വേഷൻ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടി ഈ ഡാർക്ക് ലെറ്ററിലുള്ള ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ ഇസഡ് സ്ക്വയർ ഈക്വൽ ടു 0. ഈ പർട്ടിക്കുലർ ഇക്വേഷനാണ് ലാപ്ലാസ് ഇക്വേഷൻ. ലാപ്ലാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. എക്സാമിന് നമ്മൾ ഡിറൈവ് ലാപ്ലാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്താണെന്ന് പറയുന്നു, യു വി ഡബ്ല്യു പറയുന്നു, ഇൻകംപ്രസിബിൾ സ്റ്റഡി ഫ്ലോയുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എഴുതുന്നു. അതിനകത്ത് യുവിനും വിക്കും ഡബ്ല്യുവിനും വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ലാപ്ലാസ് ഇക്വേഷൻ നമുക്ക് കിട്ടുന്നു. ലാപ്ലാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ ഇസഡ് സ്ക്വയർ ആണ്. ഇനി 2 ഡയമെൻഷനിലാണ് എന്തോ പറ്റും? ഇസഡ് എന്ന് പറയുന്ന ടേം ഇല്ല. ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0. ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. If the potential function psi satisfies the Laplace equation, then there is a possibility of fluid flow. That is, it represents the flow is possible, it is incompressible steady and irrotational flow. അതാണ് അതിൻ്റെ പ്രോപ്പർട്ടി. അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അതിൻ്റെ അർത്ഥം ഒരു ഫ്ലോയ്ക്ക് സാധ്യതയുണ്ട്, അത് ഇൻകംപ്രസിബിൾ സ്റ്റഡി റൊട്ടേഷൻ ഫ്ലോ ആയിരിക്കും. ഇനി
സ്ട്രീം ഫംഗ്ഷനും വെലോസിറ്റി ഫംഗ്ഷനും തമ്മിലുള്ള ഒരു റിലേഷനാണ് u ഈക്വൽ ടു മൈനസ് ഡോ ഫൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു മൈനസ് ഡോ സൈ ബൈ ഡോ വൈ, v ഈക്വൽ ടു മൈനസ് ഡോ ഫൈ ബൈ ഡോ വൈ ഈക്വൽ ടു പ്ലസ് ഡോ ഫൈ ബൈ ഡോ എക്സ്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ കമ്പാരിസനാണ് ഒരു ടേബിളിൽ നമുക്ക് കാണാൻ കിട്ടുന്നത്. അതിനു മുമ്പ് ഈ പറയുന്ന റിലേഷൻ ബിറ്റ്വീൻ സ്ട്രീം ഫംഗ്ഷൻ ആൻഡ് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് കോഷി-റെയ്മാൻ ഇക്വേഷൻ. രണ്ട് ഇക്വേഷൻ പഠിച്ചു, ലാപ്ലാസ് ഇക്വേഷൻ, കോഷി-റെയ്മാൻ ഇക്വേഷൻ എന്ന് പറയുന്ന ഇക്വേഷനും നമ്മൾ പഠിക്കണം. ഇനി സ്ട്രീം ഫംഗ്ഷനും വെലോസിറ്റി ഫംഗ്ഷനും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് ഈ പറയുന്നത്. 2D ആണ്, ഫ്ലോ ആണ് സ്ട്രീം ഫംഗ്ഷൻ, വെലോസിറ്റി ഫംഗ്ഷൻ ഓൾ ഫ്ലോ ആണ്. ഈ ഒരു 4 പോയിന്റ് പഠിച്ചു വെക്കുക. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമ്മൾ പഠിച്ചത് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചു, ലാപ്ലാസ് ഇക്വേഷൻ പഠിച്ചു, കോഷി-റെയ്മാൻ ഇക്വേഷൻ പഠിച്ചു, ഇത് തമ്മിലുള്ള കമ്പാരിസൺ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ്റെ പ്രോബ്ലംസ് ആണ് കേട്ടോ. വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് നോക്കാം. The velocity potential function phi is given by the expression phi is equal to minus x by cube by 3 minus x square plus x cube by 3 plus y square. Find the velocity components in x and y direction. Show that phi represents a possible case of flow. രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. വെലോസിറ്റി കമ്പോണൻ്റ് ഇൻ എക്സ് ആൻഡ് വൈ ഡയറക്ഷൻ. നമുക്കറിയാം വെലോസിറ്റി കമ്പോണൻ്റ് ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ u ആണ്, വെലോസിറ്റി കമ്പോണൻ്റ് ഇൻ വൈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ v ആണ്. യും വിയും കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നു. രണ്ടാമത് ചോദിക്കുന്നു ഫൈ എന്ന് പറയുന്ന വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ പറഞ്ഞ പർട്ടിക്കുലർ ഇക്വേഷൻ പോസിബിൾ കേസാണ്, ഒരു ഫ്ലോയ്ക്കുള്ള പോസിബിൾ കേസാണ് അത് കാണിക്കുന്നതെന്ന് തെളിയിക്കണം. അതെങ്ങനെ തെളിയിക്കുന്നത് ചോദിച്ചാൽ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അവിടെ ഒരു ഫ്ലോ പോസിബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഫൈ ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് വൈ ക്യൂ ബൈ 3 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂ ബൈ 3 പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത്. ഇനി ഈ ഒരു ഇക്വേഷനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അറിയാം വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്താണെന്നുള്ളത്. യു ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈ ബൈ ഡി എക്സും വി ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈ ബൈ ഡി വൈയുമാണ് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യു എന്ന് പറഞ്ഞാൽ മൈനസ് ഡി ഫൈ ബൈ ഡി എക്സ് ആണ്. അപ്പോൾ ഈ പറയുന്ന ഫൈയെ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അതാണ് എഴുതിയിരിക്കുന്നത്. മൈനസ് ഓഫ് മൈനസ് വൈ ക്യൂ ബൈ 3 മൈനസ് 2x പ്ലസ് 3x സ്ക്വയർ ബൈ 3 പ്ലസ് 0. ആ പറയുന്ന ഫൈ എന്ന് പറയുന്ന ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ ഇത് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയത് യു ഈസ് ഈക്വൽ ടു വൈ ക്യൂ ബൈ 3 പ്ലസ് 2x മൈനസ് എക്സ് സ്ക്വയർ വൈ. ഇനി വി അതുപോലെ തന്നെ ചെയ്യുകയാണ്. വി ഈസ് ഈക്വൽ ടു നമുക്കറിയാം വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മൈനസ് ഡി ഫൈ ബൈ ഡി വൈ ആണ്. അതായത് ഫൈ എന്ന് പറയുന്ന ടേമിനെ ക്വസ്റ്റിനകത്ത് തന്നേക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടും മൈനസ് ഓഫ് മൈനസ് 3 വൈ സ്ക്വയർ ബൈ 3 പ്ലസ് 0 പ്ലസ് എക്സ് ക്യൂ ബൈ 3 പ്ലസ് 2y. അപ്പോൾ അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വി ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ മൈനസ് എക്സ് ക്യൂ ബൈ 3 മൈനസ് 2y എന്ന് കിട്ടി. അപ്പോൾ യുവിനും വിക്കും നമുക്ക് പറഞ്ഞിരിക്കുന്ന വെലോസിറ്റി കമ്പോണൻറ്റ് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഇക്വേഷൻ എഴുതി വെച്ചാൽ മതി. നമുക്ക് അതിൻ്റെ വാല്യൂസ് ഒന്നും തരാത്തതുകൊണ്ട് ജസ്റ്റ് ഇക്വേഷൻ എഴുതി വെച്ചാൽ മതി. ഇനി ഒരു ഫ്ലോ ഇവിടെ പോസിബിൾ ആണോ എന്ന് അറിയണം. അതെങ്ങനെയാണ് കാണുന്നത്? ഫ്ലോ പോസിബിൾ ആണെങ്കിൽ ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ലാപ്ലാസ് ഇക്വേഷൻ നമുക്കറിയാം ഡി സ്ക്വയർ ഫൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ഫൈ ബൈ ഡി വൈ സ്ക്വയർ ഈക്വൽ ടു 0 ആണ്. ആദ്യം ഡി ഫൈ ബൈ ഡി എക്സ് കടന്നു, അതിനെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി സ്ക്വയർ ഫൈ ബൈ ഡി എക്സ് സ്ക്വയർ കിട്ടുന്നു. അതുപോലെ തന്നെ ഡി ഫൈ ബൈ ഡി വൈ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഡി ഫൈ ബൈ ഡി വൈയെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി സ്ക്വയർ ഫൈ ബൈ ഡി വൈ സ്ക്വയർ കിട്ടുന്നു. അപ്പോൾ ഡി സ്ക്വയർ ഫൈ ബൈ ഡി എക്സ് സ്ക്വയറും ഡി സ്ക്വയർ ഫൈ ബൈ ഡി വൈ സ്ക്വയറും കൂടെ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ 0 ആണോ അല്ലയോ എന്ന് അറിയണം. 0 ആണെങ്കിൽ അത് ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും, ഫ്ലോ പോസിബിൾ ആണ്. ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷനിൽ ഡി സ്ക്വയർ ഫൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നതും ഡി സ്ക്വയർ ഫൈ ബൈ ഡി വൈ സ്ക്വയർ എന്ന് പറയുന്നതും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഫ്ലോ പോസിബിൾ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. മറ്റൊരു പ്രോബ്ലം, ദ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ ഫൈ ഈസ് ഈക്വൽ ടു 8x സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. കാൽക്കുലേറ്റ് ദ വെലോസിറ്റി കമ്പോണൻറ്റ് അറ്റ് പോയിൻറ്റ് 69. വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ്റെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഫൈ ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് വെലോസിറ്റി കമ്പോണൻ്റ് അറ്റ്
9. അതായത് യുവും വിയും കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് എക്സിന് 6 എന്നും വൈക്ക് 9 എന്നും ഇട്ട് കൊടുക്കുമ്പം നമുക്ക് വാല്യൂസ് കിട്ടും. ഇപ്പോൾ ഗിവൺ ഡേറ്റ എഴുതി 5 = 8 × x² - 5² വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 16x, y ചെയ്യുമ്പോൾ -16y കിട്ടുന്നു. എക്സിന് 6 എന്നും വൈക്ക് 9 എന്നും ഈ പറയുന്ന യുവിൻ്റെയും വിയുടെയും വാല്യൂസിലിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് -96 എന്നും -144 എന്നും വാല്യൂ കിട്ടുന്നു. മറ്റൊരു പ്രോബ്ലത്തിലേക്ക് പോകുന്നു. The velocity potential function phi is given by phi is equal to x² minus 2xy cube. Calculate the velocity component and the value of stream function at point 3. ഫൈയുടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. വെലോസിറ്റി കമ്പോണൻറ്റ് യുവും വിയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യുവിനും വിക്കും വാല്യൂ ഉണ്ട്. അപ്പോൾ അതിന് പർട്ടിക്കുലറായിട്ട് ഇക്വേഷൻ മാത്രമല്ല നമുക്ക് വാല്യൂ കിട്ടും. ഇനി സ്ട്രീം ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്ട്രീം ഫംഗ്ഷൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആ സ്ട്രീം ഫംഗ്ഷൻ്റെ സൈയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ കണ്ടുപിടിക്കുക. ഗിവൺ ഡേറ്റ എഴുതി 5 = x³ - 2xy³. അവിടെ നമുക്കറിയാം വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ u = -dφ/dx ആണ്, v = -dφ/dy ആണ്. കറസ്പോണ്ടിങ് ആയിട്ട് ഫൈയെ വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഫൈയെ വിത്ത് റെസ്പെക്ട് ടു വൈയും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. യുവിനും വിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഇക്വേഷൻ കിട്ടുന്നു. എക്സിന് 3 എന്നും വൈക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ യുവിന് -92 യൂണിറ്റ്സ് എന്നും വിക്ക് 18 യൂണിറ്റ്സ് എന്നും കിട്ടും. അവർ ചോദിച്ചേക്കുന്നത് വെലോസിറ്റി കമ്പോണൻസ് ആണെങ്കിലും മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻ്റ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ √u² + y² ചോദിച്ചിട്ടില്ല, ജസ്റ്റ് നമ്മളൊന്ന് എഴുതി വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതായത് √−92² + 18² 93.74 യൂണിറ്റ്സ് എന്ന് നമ്മൾ ലഭ്യമാകും. ഇനി സ്ട്രീം ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കറിയാം. u = -dφ/dy ആണ് സ്ട്രീം ഫംഗ്ഷൻ. അപ്പം സൈ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്ട്രീം ഫംഗ്ഷൻ എന്ന് പറയുന്ന ടേം. അപ്പോൾ സൈ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. u = -dφ/dψ/dy എന്ന് പറയുമ്പം അതിനകത്ത് യു എന്താണെന്ന് നമുക്കറിയാം, നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ വെച്ച്. -6x² + 2y³. അത് തന്നെയാണ് -dφ/dy. മനസ്സിലായോ? തൊട്ട് മുമ്പ് യു എന്താണെന്ന് കണ്ടുപിടിച്ചായിരുന്നു. ആ വാല്യൂവിനെ -dψ/dy എന്ന് നമ്മൾ എഴുതി. എന്നിട്ട് രണ്ട് സൈഡ് നമ്മളൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. dψ/dy = 6x² - 2y³. രണ്ട് സൈഡിനെ നമ്മളൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും dφ/dy എന്നുള്ളത് സൈ ആവും അല്ലേ. സൈ = 6x²y² - 2y⁴/4. എന്നിട്ട് അതിനകത്തുനിന്ന് സോൾവ് ചെയ്തെടുക്കുമ്പോൾ സൈ = 3x²y² - y⁴/2 എന്ന് എഴുതും. അതുപോലെ തന്നെ വിയുടെ ടൈമിൽ നമുക്ക് സൈ എഴുതാം. v = dψ/dx ആണ്. വി എന്താണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ്റെ ഇക്വേഷൻസ് ഉപയോഗിച്ച്. -2x³ + 6xy². അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇൻ്റഗ്രേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സൈക്ക് ഒരു ഇക്വേഷൻ കിട്ടും. സൈക്ക് ഇപ്പോൾ 2 ഇക്വേഷനാണ്, യു വെച്ചും വി വെച്ചും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ആ 2 ഇക്വേഷനെ നമ്മളൊന്ന് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ 3x²y² എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ടേമാണ്. അതിൻ്റെ പുറത്തെടുത്ത് കഴിയുമ്പോൾ സൈ = 3x²y² - ½ × x⁴ + y⁴. എന്നിട്ട് 3,2 എന്ന് പറയുന്ന ഒരു പോയിൻ്റാണ് നമുക്ക് തന്നേക്കുന്നത്. ആ രണ്ടും കിട്ടിക്കഴിയുമ്പോൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഇക്വേഷൻ കിട്ടും. സൈ = 3 × 3² 2² - ½ × 3⁴ + 2⁴. ഇവിടെ എക്സിനും വൈക്കും നമ്മൾ 3-നും 2-നും വാല്യൂ ഇട്ട് കൊടുത്തു. കറക്റ്റായിട്ട് വാല്യൂ കിട്ടിയത് 59.5 യൂണിറ്റ് എന്നാണ്. ഇനി മറ്റൊരു പ്രോബ്ലം നമ്മൾ നോക്കുന്നത് A stream function is given by psi is equal to 4x - 7y. Find the velocity component or also magnitude and direction of the resultant velocity at point. Resultant velocity കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഗിവൺ ഡേറ്റ psi is equal to 4x - 7y. യും വിയും കണ്ടുപിടിക്കാനായിട്ട്
യു ഈസ് ഇക്വൽ ടു മൈനസ് ഡി സൈ ബൈ ഡി വൈ ആണെന്ന് പറഞ്ഞു. വി ഈസ് ഇക്വൽ ടു ഡി സൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് കറക്റ്റ് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വലിയിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് യു ഈസ് ഇക്വൽ ടു +7 യൂണിറ്റ് പെർ സെക്കൻഡ് കിട്ടും. വിക്ക് 4 യൂണിറ്റ് പെർ സെക്കൻഡ് കിട്ടും. റിസൾട്ട് വെലോസിറ്റി √(u²+v² ആണ്. വാല്യൂ നമ്മളിട്ട് കൊടുക്കുമ്പോഴത്തേക്കും 8.062 യൂണിറ്റ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. അതാണ് റിസൾട്ടൻറ്റ് വെലോസിറ്റി. ഇനി ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ടാൻ തീറ്റ നമുക്കറിയാം. ടാൻ തീറ്റ ഈസ് ഇക്വൽ ടു v/u ആണ് ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ളത്. അപ്പം +2 ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച വിയും യു അറിയാം. 4/7 തീറ്റ കിട്ടി. തീറ്റ എന്താണെന്ന് ചോദിച്ചാൽ ടാൻ ഇൻവേഴ്സ്. ടാൻ തീറ്റ ഈസ് ഇക്വൽ ടു 0.5714 ആണ്. കാൽക്കുലേറ്ററിൽ ടാൻ ഇൻവേഴ്സ് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. തീറ്റ ഈസ് ഇക്വൽ ടു ടാൻ ഇൻവേഴ്സ് 0.5714 ആണ്. ടാൻ ഇൻവേഴ്സ് വാല്യൂ കറക്റ്റ് കിട്ടുന്നത് 29.745. നമ്മൾ ഈ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും എല്ലാ ടോപ്പിക്കിൻ്റെയും മെയിൻ ഇക്വേഷൻസ് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചാൽ, അതിൻ്റെ റിലേഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രോബ്ലംസും നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും.